വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഭാമ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നീ ആ പടി ചവിട്ടരുത് എന്ന് പറയുകയാണ്. അന്ന് രാഘവൻ നായരാണ് പറയുന്നതെന്നും പറഞ്ഞ് രാഘവൻ നായർ ആകെ ദേഷ്യത്തിലാണ്. അന്നേരം രാഘവേട്ടാന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിലേക്ക് എന്നും പറഞ്ഞ് നീ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ കുഞ്ഞെവിടെ ഇടിയും ചോദിക്കുകയാണ്. അന്നേരം ആകെ ദേഷ്യത്തിൽ തന്നെയാണ്. പോയി കൂട്ടിക്കൊണ്ടുപോകാൻ അവനെ സമാധാനമായിട്ട് അവനിവിടെ താമസിക്കുകയായിരുന്നില്ലേ, അപ്പോൾ നീ ഒളിച്ച് അവനെ വിവാഹം നടത്താനായിട്ട് പോകുന്നു. നീയും ശിവൻകുട്ടിയും ചേർന്ന് കല്യാണം നടത്തുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനായിട്ട് ജീവിച്ചിരിക്കുന്നത്? ജനിപ്പിച്ച തന്ത തന്നെയല്ലേ ഞാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവേട്ടാന്നൊക്കെ ഇങ്ങനെ ഭാമ വിളിക്കുന്നുണ്ട്. പക്ഷേ ഭാമയെ സംസാരിക്കാനായിട്ട് രാഘവൻ നായർ അനുവദിക്കുന്നില്ല. നീ ആണെങ്കിൽ നീ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണം, ചുറ്റുമുള്ളവർ ചിന്തിക്കണം, ചിരിക്കണം. നിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ നീ അതിനൊക്കെ സമ്മതിക്കുകയുള്ളൂ. അത് മകളുടെയും മകൻ്റെയും ഒക്കെ ജീവിതത്തിൽ നീ ഒരുപാട് കയറിയങ്ങ് കളിച്ചില്ലേ. ശാലിനിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നതും റാണിയാക്കിയതും ഒക്കെ നീ തന്നെയാണ്. അവസാനം പുറം കാലുകൊണ്ട് അവളെ ചവിട്ടിയരച്ചത് നീ തന്നെയാണ്. പ്രീതിയാണെങ്കിൽ അവളുടെ ഭർത്താവിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിട്ട് നീ സമ്മതിച്ചിട്ടുണ്ടോ? എത്ര കാലമാണ് അവൾ അർജുനിൽ നിന്നും അകന്നിവിടെ കഴിയേണ്ടി വന്നത്? പിന്നീട് ഗർഭമുണ്ടായപ്പോൾ പോലും അമ്മയിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വരുന്നു. അത്രയ്ക്ക് കഴിവുകെട്ട ജീവിതമാണ് നിനക്കുണ്ടായിരിക്കുന്നത്. നീ ഒരു അമ്മ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ നിൻ്റെ മകൻ വിഷ്ണുവിൻ്റെ കാര്യത്തിലും ഭാര്യയോടൊപ്പം ഒന്ന് സംസാരിക്കാൻ പോലും നീ അവനെ അനുവദിച്ചിരുന്നില്ല. എന്തിന്? ഒന്നിച്ചുറങ്ങാൻ വരെ നിൻ്റെ സമ്മതം വേണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ രാഘവേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട്. നിനച്ചി എന്നൊക്കെ ആക്കി രാഘവൻ നായർ ആകെ അങ്ങ് വഴക്ക് പറയുകയാണ്. അവരുടെ ആദ്യ രാത്രിക്ക് തന്നെ നീ എത്ര തവണ വിലങ്ങ് തടിയായിട്ട് നിന്നിട്ടുണ്ട്. അതിനുശേഷം അവൻ്റെ ഭാര്യ ശാലിനിയാണെങ്കിൽ നിൻ്റെ ശല്യം സഹിക്കവയ്യാതെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടിപ്പോയി. എന്നിട്ട് അവൾ തിരിച്ചു വന്നു നീണ്ട 6 വർഷത്തിന് ശേഷം. ആ 6 വർഷവും നിൻ്റെ മകൻ ഇവിടെ അവളെ കാത്തിരിക്കുകയായിരുന്നു. അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അവൾ വന്നത്. പക്ഷെ നീ അതിന് സമ്മതിച്ചു. നീ അവളെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ അവളുടെ ഒരു ഹൃദയാഘാതവും പിന്നെ ആത്മഹത്യാ ഭീഷണിയും. സത്യം പറഞ്ഞാൽ നിനക്ക് ഹൃദയമുണ്ടോ ഭാമേ? എനിക്ക് സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് ഭാമയെ ഒരുപാടങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അന്നേരം ഭാമയ്ക്ക് ഒരു ഉത്തരവും ഇല്ലാതെ നിൽക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, 37 വർഷത്തിന് മുമ്പ് ഒരു ലേബർ റൂമിൻ്റെ മുന്നിൽ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. കുഞ്ഞിക്കണ്ണും കുഞ്ഞിക്കാലും ഒക്കെ ആയിട്ട് അവൻ വരുന്നത് നോക്കി. അതുപോലെ എവിടെയെങ്കിലും വല്ല കുളത്തിലോ കായലിലോ ഒക്കെ കാണും. പോയി കൊണ്ടുപോവാ ഭാമ എൻ്റെ മോനെ. അവൻ എന്തെങ്കിലും ജീവിതം അവസാനിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവാദി നീ തന്നെയായിരിക്കും, വേറെ ആരും ആയിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ രാഘവേട്ടൻ ഈ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ നിന്നെ പല്ലക്കിലേറി അകത്തേക്ക് ആനയിക്കണോ? എൻ്റെ മോനെ കൊണ്ടുവന്നിട്ട് നിൻ്റെ അഹങ്കാരം അടങ്ങിയിട്ട് മാത്രം മതി നീ കൊട്ടാരത്തിൽ പിന്നെ താമസിക്കുന്നത്. നീ നിൻ്റെ ഭൂതഗണങ്ങളും കൂടി താമസിച്ചോ. അവനെ എവിടെന്നെങ്കിലും കുളത്തിൽ നിന്നോ കായലിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുമ്പോൾ ചിതയൊരുക്കാനെങ്കിലും നീ എനിക്ക് എൻ്റെ മോനെ കൊണ്ടുതാ. അതിനോടൊപ്പം ഈ രാഘവൻ നായരും അങ്ങ് എരിഞ്ഞടങ്ങിക്കോളും. പിന്നെ ഈ രാഘവൻ നായർ ഇല്ല ഭാമേ എന്നിങ്ങനെ അങ്ങ് ആദ്യം അങ്ങ് ദേഷ്യത്തിലൊക്കെ സംസാരിച്ചിട്ട് അവസാനം ശബ്ദമൊക്കെ ഇടറി അങ്ങ് രാഘവൻ നായർ അങ്ങ് കരയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്യാമയും പിള്ളയും പൊന്നിയും ഒക്കെ നിൽക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്നും ഡ്രൈവർ വരെ ഇറങ്ങി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്ക് രാഘവൻ നായർ വീടാനൊക്കെ പോകുമ്പോൾ പൊന്നിയേറി പിടിക്കുന്നുണ്ട്. അന്നേരം വിടടി എന്നും പറഞ്ഞ് പൊന്നിക്ക് നേരെയും അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ശ്യാമയാണെങ്കിൽ അങ്ങ് ഏങ്ങലടിച്ച് കരയുകയാണ്. പക്ഷേ രാഘവൻ നായർ ഭാമയെ അങ്ങനെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറ്റാതെ തന്നെ വായിൽ തോന്നിയതെല്ലാം ആകെയുള്ള ദേഷ്യങ്ങൾ മുഴുവൻ രാഘവൻ നായർ അവിടെ ഭാമയോട് പ്രകടമാക്കുന്നുണ്ട്. ഭാമയ്ക്കാണെങ്കിൽ ഒരു ഉത്തരവുമില്ലാതെ ഇങ്ങനെ തല കുനിച്ച് തന്നെ ഭാമ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് സത്യഭാമയുടെ വീട്ടിലേക്കൊരു ടാക്സി കാർ വന്ന് നിൽക്കുന്നത്. അന്നേരം എല്ലാവരും കൂടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അതിൽ നിന്ന് വിഷ്ണു ഇറങ്ങുന്നുണ്ട്. വിഷ്ണുവിനെ കാണുമ്പോൾ രാഘവൻ നായർക്ക് ആകെ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് രാഘവൻ നായർ വിഷ്ണുവിൻ്റെ വേഷമൊക്കെ ശ്രദ്ധിക്കുന്നത്. നല്ല കല്യാണ പയ്യൻ്റെ വേഷമാണ്. മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ട് കഴുത്തിലൊരു മാലയും കയ്യിലൊരു ബൊക്കയൊക്കെ ഉണ്ട്. അന്നേരം എല്ലാവരും അന്തം വിട്ട് വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു ഡോറ് തുറന്നിട്ട് ഇറങ്ങുമെന്ന് പറയുകയാണ്. തുടർന്ന് കാർത്തികയും അതിൽ നിന്ന് അതേപോലെ കല്യാണഹാരമൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അന്നേരം എല്ലാവരും അന്തം വിട്ട് ഇവർ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശ്യാമയാണെങ്കിൽ ആകെ അന്തം വിട്ട് വായും തുറന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് പിന്നെ അടുത്തേക്ക് ചെന്നിട്ട് വിഷ്ണു ആണെങ്കിൽ കാർത്തികയും കൂട്ടി ഭാമയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, അമ്മേ ഇത് ഞാൻ താലി കെട്ടിയ പെണ്ണാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇങ്ങനെ അടിമുടി ഭാമ ഈ കാർത്തികയും വിഷ്ണുവിനെയും നോക്കുകയാണ്. അതിനുശേഷം ഒരു ജയിച്ച ഭാവം എന്ന പോലെ രാഘവൻ നായരുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഇനി എനിക്ക് പടി ചവിട്ടാമല്ലോ. മകനെയും കൊണ്ട് വന്നാൽ പടി ചവിട്ടാം എന്നല്ലേ പറഞ്ഞത്? പല്ലക്കിലൊന്നും എടുക്കണ്ട, അല്ലാതെ തന്നെ ചവിട്ടാം
കിട്ടാമല്ലോ എന്നിങ്ങനെ അഹങ്കാരത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ മുഖം മാറ്റുകയാണ്. തുടർന്ന് പിള്ളയോട് അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം വിഷ്ണു ആണെങ്കിൽ അച്ഛ എന്ന് വിളിക്കുകയാണ്. അന്നേരം ഇത് ഏതാടാ ഈ പെണ്ണ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് ആരുടെയും മുഖത്ത് നോക്കാനായിട്ട് ആകെ ഒരു ചമ്മൽ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ താലി കെട്ടിയ പെണ്ണ് എൻ്റെ ഭാര്യ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അത് ഭാര്യയാവോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം താലി കെട്ടുന്ന പെണ്ണല്ലേ പിന്നീട് ഭാര്യയാവുന്നത് എന്നിങ്ങനെ വിഷ്ണു അങ്ങ് പറയുകയാണ്. വിഷ്ണുവിന് മുഖത്ത് നോക്കാനുള്ള ആ ഒരു ധൈര്യവും ഇല്ല, ഒരു ചമ്മലും ഒക്കെ ഉണ്ട്. ആകെ പേടിച്ചാണ് കാർത്തിക നിൽക്കുന്നതൊക്കെ. തുടർന്ന് അപ്പോൾ നിൻ്റെ ശാലിനിയോ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം എല്ലാ സഹനത്തിനും ഒരു പരിധിയില്ലേ അച്ഛ എന്ന് പറയുകയാണ്. അന്നേരം ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അച്ഛാന്ന് വീണ്ടും ഈ രാഘവൻ നായരെ വിഷ്ണു വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറയുകയാണ്. ആ ഒരു മുഖത്തടിച്ച് ആട്ടുന്നത് പോലെ രാഘവൻ നായർ അങ്ങനെ അങ്ങ് പറയുമ്പോൾ വിഷ്ണു അങ്ങ് വല്ലാതാവുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശ്യാമയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്യാമ മുഖം തിരിക്കുന്നുണ്ട്. പിള്ളയുടെയും പൊന്നിയുടെയും ഒക്കെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവർ വരെ മുഖം അങ്ങ് കറുപ്പിച്ചങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആ കഴുത്തിലെ ഹാരം അങ്ങ് ഊരിയിട്ട് കയ്യിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് വാ എന്ന് വിളിച്ചിട്ട് കാർത്തികയും കൊണ്ട് അങ്ങ് തിരിഞ്ഞ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അന്നേരം വണ്ടിയിൽ അടുത്തെത്തുമ്പോഴേക്കും വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് അകത്തു നിന്നും സത്യഭാമ നിലവിളക്കൊക്കെ ആയിട്ട് വരികയാണ്. ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് രാഘവൻ നായർ ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ നോക്കിയിട്ടാണ് ഭാമ വിളക്കുമായിട്ട് ഇറങ്ങി വരുന്നത്. തുടർന്ന് വിഷ്ണു ഇങ്ങ് വാടാ എന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണുവും കാർത്തികയും കൂടി മടിച്ച് നിൽക്കുകയാണ്. ബാക്കി എല്ലാവരെയും വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ദേഷ്യത്തോടെ നോക്കുന്ന കണ്ടിട്ട്. അന്നേരം അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങളിങ്ങ് വരാനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും കാർത്തികയും കൂടി ഭാമയുടെ അടുത്തേക്ക് വരികയാണ്. തുടർന്ന് മോളെ ഇത് പിടിക്ക് എന്ന് പറയുകയാണ്. തുടർന്ന് ഭാമ നീ എന്തായി കാണിക്കുന്നത് എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. പേര്, കുലം, ഗോത്രം ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി, അതാണ് നിൻ്റെ യോഗ്യത എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മുൻപും സത്യഭാമ അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്നിങ്ങനെ രാഘവൻ നായരെ നോക്കി പറയുകയാണ്. പ്രീതിയും അവൾക്ക് ഇഷ്ടമുള്ള പുരുഷനെ തിരഞ്ഞെടുത്തു, ഞാൻ എതിർത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ശാലിനിയോ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം അത് അവളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. അതിനുള്ള ഉത്തരമാണ് ഈ കഴുത്തിൽ പൂമാലയിട്ട് നിൽക്കുന്ന പെൺകുട്ടി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പട്ടിയോ പൂച്ചയോ മറ്റോ ആണോ തോന്നുമ്പോൾ മാറ്റിയെടുക്കാനായിട്ട് എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ് ഭാമയോട് തന്നെ. അന്നേരം അത് അവളോടാണ് ചോദിക്കേണ്ടത്, ശാലിനിയോട്. തോന്നുമ്പോൾ മാറ്റിയെടുക്കാനായിട്ട് എൻ്റെ മകൻ എന്താ പട്ടിയോ പൂച്ചയോ ആണോ എന്നും പിന്നെ അവൾ തിരിച്ചു വന്നപ്പോൾ കൂടെ ഉണ്ടായ ആ ദേവനും അവളുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞും ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മതി എന്നോട് പോരിനിറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുമ്പോൾ വിഷ്ണു വിളിക്കുകയാണ്, അമ്മേ മതി നിർത്ത് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഭാമ ആ സംസാരം അവസാനിപ്പിക്കുന്നുണ്ട്. തുടർന്നും വിഷ്ണു ആണെങ്കിൽ രാഘവൻ നായരുടെ അടുത്തേക്ക് ഇന്ന് പറയുന്നുണ്ട്, മധുശ്രീ അമ്മ കല്യാണം കഴിക്കാനായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് മധുശ്രീ ഇഷ്ടമല്ലായിരുന്നു, ഇത് കാർത്തികയെ എനിക്കിഷ്ടമാണ്, കാർത്തികയ്ക്ക് എന്നെയും എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ വിഷ്ണു അത് ആരുടെയും മുഖത്ത് നോക്കാതെയാണ് പറയുന്നത്. കള്ളമായതുകൊണ്ട് തല ഒന്നിച്ച് നിന്ന് തന്നെയാണ് വിഷ്ണു അതൊക്കെ പറയുന്നത്. പിന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ എന്നിങ്ങനെ പറയുമ്പോൾ നിർത്തടാ എന്നിങ്ങനെ രാഘവൻ നായർ വീണ്ടും അങ്ങ് ആക്രോശിക്കുകയാണ്. അന്നേരം വിഷ്ണു ഒന്ന് പേടിക്കുന്നുണ്ട്. തുടർന്ന് നീ ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ വിളക്ക് പിന്നെ ഈ കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം കാർത്തികയാണെങ്കിൽ രാഘവൻ നായരെയും പിള്ളയെയും പൊന്നിയെയും സത്യഭാമയെയും പിന്നെ ശ്യാമയും ഒക്കെ നോക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അത് വിളക്ക് വാങ്ങിക്കാനായിട്ട് പറയുകയാണ്. തുടർന്ന് കാർത്തികയാണെങ്കിൽ ആ നിലവിളക്ക് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് വലതുകാല് വെച്ച് അകത്തേക്ക് കയറ് വാ മോളെ എന്ന് പറയുകയാണ്. തുടർന്ന് ആ കാർത്തികയാണെങ്കിൽ നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. പിറകെ ഭാമയും പോവുകയാണ്. കയറുമ്പോൾ ഭാമ ഇങ്ങനെ രാഘവൻ നായരെ ഇങ്ങനെ ആകെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ രാഘവൻ നായർ പുച്ഛിച്ചങ്ങ് തിരിഞ്ഞു നോക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് വിളക്കുമായിട്ട് ഈ കുട്ടി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ എന്നെ അകത്തേക്ക് കയറിയില്ല അച്ഛാന്നും പറഞ്ഞ് വീണ്ടും അടുത്തേക്ക് ചെല്ലുമ്പോൾ രാഘവൻ നായർ അങ്ങ് മുഖം തിരിക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞ് നടക്കാൻ പോകുമ്പോൾ രാഘവൻ നായർ അങ്ങ് വീഴാൻ പോകുന്നുണ്ട്. അന്നേരം അച്ഛാന്നും പറഞ്ഞ് വിഷ്ണു പിടിക്കുകയാണ്. അന്നേരം വിടടാ എന്നിങ്ങനെ വീണ്ടും ആക്രോശിക്കുകയാണ്. തുടർന്ന് ശ്യാമയും പിടിക്കുമ്പോൾ വിടടി എന്നിങ്ങനെ ശ്യാമയോടും പറയുന്നുണ്ട്. തുടർന്ന് പിള്ള പിടിക്കുന്നുണ്ട്. പിള്ള പിടിച്ച് രാഘവൻ നായരെ അകത്ത് കൊണ്ടുപോയ കസേരയിലേക്ക് ഇരുത്തുകയാണ്. രാഘവൻ നായരാണെങ്കിൽ ആകെ കലിപ്പിൽ തന്നെയാണ്. ഈ വിഷ്ണു കാണിച്ച കോപ്രായത്തിനും സത്യഭാമ കാണിച്ചതിനും എല്ലാം കൂടിയാകുമ്പോൾ ആകെ തിളച്ചാണ് രാഘവൻ നായർ നിൽക്കുന്നത്.
നശിച്ചു, എല്ലാം നശിച്ചു എന്നും പറഞ്ഞ് ആകെ വിഷമത്തിൽ രാഘവൻ നായർ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ വിഷ്ണുവിന് വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ വിഷ്ണു മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. പിന്നെ അതിനു മുന്നേ നിലവിളക്ക് കൊടുക്കുമ്പോൾ കാർത്തികയുടെ കയ്യിൽ നിന്ന് ആ ബൊക്ക വാങ്ങിച്ചിട്ട് ഭാമ വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം അത് പിള്ളയുടെ കയ്യിലേക്ക് പിടിക്കടോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പിള്ള അത് ഇഷ്ടമില്ലാതെ വാങ്ങിയിട്ട് വിഷ്ണുവിനെയും കാർത്തികയും ഒക്കെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു കാർത്തികയും കൂടി ആദ്യത്തെ പ്ലാനിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പോടെ വിജയിക്കുന്നുണ്ട്. വിഷ്ണുവിന് സങ്കടമൊക്കെ ഉണ്ട് എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ. പക്ഷേ സത്യം കണ്ടെത്തണം എന്നുള്ളത് കൊണ്ട് വിഷ്ണു അങ്ങ് കണ്ണടച്ച് നിൽക്കുകയാണ്. അച്ഛൻ്റെ ആ ദുഃഖമൊന്നും വിഷ്ണു അവിടെ കാര്യമാക്കുന്നില്ല. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ റൂമിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനിലൊക്കെയാണ്. അച്ഛൻ വന്നപ്പോൾ രാഘവൻ നായർ ദേഷ്യപ്പെട്ടതും പിന്നീട് അമ്പലത്തിൽ വെച്ച് ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. ഇതേസമയം കാറിൽ പോകുന്ന ശാലിനിയും ശാരദാമ്മയും ഒക്കെ കാണിക്കുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ ഫോൺ ചെയ്ത് പോലീസുകാരോടൊക്കെ വിവരം അറിയിക്കുകയാണ്. വിഷ്ണുവിനെ അന്വേഷിക്കുന്ന തിരക്കിലൊക്കെയാണ് ശാലിനി അവിടെ. ശാലിനി വിവരങ്ങളൊന്നും അത്ര സമയം വരെയും അറിഞ്ഞിട്ടില്ല, ആരും അറിയിച്ചിട്ടുമില്ല. തുടർന്ന് ഈ കാർത്തികയാണെങ്കിൽ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അന്നേരമാണ് വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. അന്നേരം എനിക്ക് ഇപ്പോൾ തന്നെ ശ്വാസം മുട്ടി തുടങ്ങുന്നു. പരിചയമില്ലാത്ത ആൾക്കാരും വീട്ടുകാരും പിന്നെ സ്ഥലവും ഒക്കെ എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റപ്പെടുത്തലുകൾ മാത്രം, സ്നേഹം നിറഞ്ഞ ഒരു നോട്ടം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു ടെൻഷനോടുകൂടി കാർത്തിക നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ, നമ്മൾ തമ്മിലുള്ള കരാർ ഓർമ്മയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഉണ്ട് എന്ന രീതിക്ക് കാർത്തിക ഇങ്ങനെ തല ഉലുക്കുന്നുണ്ട്. അതിനുശേഷം അവർ ആ കരാർ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നേരത്തെ ആ മലയുടെ മുകളിൽ നിന്ന് പാറക്കെട്ടിൽ നിന്നും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിച്ച കാര്യങ്ങളൊന്നുകൂടി വിഷ്ണു ഓർമ്മിക്കുകയാണ്. ഇത്രയുമേ പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് ശാലിനി അറിയാൻ പോകുന്നത് വിഷ്ണു വിവാഹം കഴിച്ചു എന്നുള്ളത്. ശ്യാമ നേരിട്ട് ചെന്നോ ഫോൺ വിളിച്ചോ ഒക്കെ അറിയിക്കും. അന്നേരം ശാലിനി ആകെ തകരും. പിന്നീടാണ് വിഷ്ണുവിൻ്റെ അടുത്ത നീക്കങ്ങളൊക്കെ ദേവനെ ആരാണെന്നും സത്യം ആരാണെന്നും കണ്ടെത്തുന്നതുമൊക്കെ ഭാമയെ പറ്റിക്കുന്നതുമൊക്കെയാണ് അടുത്ത എപ്പിസോഡുകൾ. ഇതൊക്കെ നമുക്ക് കാണാം. ഇനി എല്ലാ സ്പീഡിന് പോകുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.